അപ്പോൾ നമ്മളിന്ന് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അഫ്സലിന് വേണ്ടിയിട്ടാണ് മട്ടൻ കറി സ്പെഷ്യൽ. അപ്പോൾ 1 കിലോ മട്ടനിലാണ് മട്ടൻ കറി വെക്കാൻ പോകുന്നത്. ഓക്കെ, അഫ്സൽ ആൻഡ് ഷെഫ് നൈസ് ഇവിടെ മട്ടൻ കുനുകുനാന്ന് ചെറിയ ചെറിയ കറി പീസാക്കുക. ഓൾറെഡി ആക്കിയിട്ടുണ്ട്. മട്ടൻ നമ്മൾ എടുത്തിട്ട് കുക്കറിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് കുക്കറിൽ മട്ടന് ഒരു അത്യാവശ്യം 2 വിസിൽ അല്ലെങ്കിൽ 4 വിസിലാണ് മട്ടന് വേണ്ടത്. ഓക്കെ, ചിലത് 2 വിസിൽ മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 വിസിൽ, അല്ലെങ്കിൽ ചിലത് 4ലും കൂടുതൽ അടിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ 2 വിസിൽ അടുപ്പിച്ചിട്ട് പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മൂപ്പ് വെന്തേനെ നോക്കിയിട്ട് അതിൻ്റെ ശേഷം ബാക്കി വേണമെങ്കിൽ കൂടുതൽ അടിച്ചാൽ മതി. അല്ലാതെ ഒറ്റ അടിക്ക് തന്നെ ഒരു 4ഓ 5ഓ വിസിലടിച്ചാൽ ചിലപ്പോൾ അത് നല്ലോണം വേവായി പോകും. അപ്പോൾ അടുത്തത് നമുക്ക് വേവിക്കുന്നതിന് മുമ്പായിട്ട് എന്തെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇടണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഒരു 3 ഏലക്ക ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ദെൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, ദെൻ മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ഇടാം. പിന്നെ മുളക് പൊടി അതേപോലെ തന്നെ ഒരു 3/4 ഓളം മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, അതും കൂടി ഇട്ട് അടുത്തായി നമുക്ക് ഇടാനുള്ളത് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ നിങ്ങൾക്ക് ഗരം മസാലയും കൂടി അതിൻ്റെ ഒന്നിച്ച് ചേർക്കാം. ഓക്കെ, ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചിൻ്റെ ഒരു 3-4 കഷ്ണം, ചെറിയ ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ. അതേപോലെ തന്നെ പിന്നെ ഒരു പിടി കുരുമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒരു ചെറിയൊരു ഒരു 2 തുള്ളി ഓയിലും കൂടി ജസ്റ്റ് ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക. ഓക്കെ, കുറച്ച് ഒരു 1/4 ഗ്ലാസോളം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. എന്താണെങ്കിൽ ഇപ്പോൾ ഇതിൽ മട്ടൻ തന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് മട്ടൻ തന്നെ വെള്ളം ഇറങ്ങി വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഈ സംഭവങ്ങൾ. പിന്നെ മറന്നുപോയൊരു സംഭവം, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടതാണ്. ഓക്കെ, കുറച്ച് ഉപ്പും കൂടി നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ഒരു 1/4 ഗ്ലാസ് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിലുണ്ടാവും. ഓക്കെ, 1/4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ ആദ്യം 2 വിസിൽ അടിച്ചിട്ട് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ ആവിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ അതിൽ 2 വിസിൽ. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ക്ലോസ് ചെയ്ത് ഓക്കെ. അടുത്ത നമുക്ക് കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും. അപ്പോൾ വെളുത്തുള്ളി എത്ര നമ്മൾ ഇടുന്നുണ്ട് അത്ര അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും എന്നുള്ളതാണ് മട്ടൻ കറി. അത് ചെറിയതായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കണം, വെളുത്തുള്ളിയും ഇഞ്ചിയും. ഓക്കെ, ഇഞ്ചിയും ഇതേപോലെ കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഓക്കെ, അപ്പോൾ ഒരു 5-8ഓളം അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു 4 പീസ് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിവിൻ്റെ ഇതിന് വേണ്ട എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്ക് വീണ്ടും പച്ചമുളക് കൂടുതൽ എടുക്കാം. ഇപ്പോൾ 4 പീസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു 3 ഉള്ളി അത്രയും മതിയാവും 1 കിലോ മട്ടൻ്റെ മസാല നമുക്ക് ഉണ്ടാക്കാൻ. സവാള ഗിരി ഷെഫ് നൈസും
അഫ്സൽ ഗസ്റ്റ് അഫ്സൽ പാത്രമെല്ലാം നീ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മ അടിയിലാണ് കറി. നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി. ഓക്കെ, തക്കാളി മീഡിയം സൈസിലുള്ള 2 നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നമ്മളെ ചേരുവകളെല്ലാം റെഡിയാണ്. നെക്സ്റ്റ് നമ്മൾ മട്ടനുള്ള മസാല ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മസാലകൾ ഉണ്ടാക്കാം. അപ്പോൾ കുക്കർ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആവി പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. മട്ടൻ വെന്തിട്ടുണ്ടെങ്കിൽ 2 വിസിൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 2 വിസിലും കൂടെ കൂട്ടാം. നമ്മൾ മസാല ഉണ്ടാക്കാൻ കുറേ എണ്ണ ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ വെച്ച് നമുക്ക് അതിലാണ് മസാല ഉണ്ടാക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണോളം മതിയാവും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും, ഈ 3 ഐറ്റം കൂടി ഇട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നല്ലോണം ഒരു ബ്രൗൺ ആകുന്നത് വരെ ഇഞ്ചിയും വെളുത്തുള്ളി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കില് ഉള്ളിയിടുക. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളറിൽ ആകുന്നത് വരെ മാക്സിമം ഒന്ന് മൊരിയാൻ വേണ്ടി. നമ്മൾ മുമ്പിട്ട ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. ഓക്കെ, നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആയിട്ട് വരുന്നവരെ നമ്മൾ എന്താക്കാം, സവാള നന്നായിട്ട് ഉടഞ്ഞുടഞ്ഞ് വരുന്നവരെ നല്ലോണം നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ വെക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കി മസാലക്കൂട്ടുകൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. അത് നമ്മൾ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഓക്കെ, നമ്മൾ വേവിക്കാൻ വെച്ച ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം, മട്ടന് വേവായിട്ടുണ്ടോ എന്താന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വിസിലുകൾ 1-2 വിസിൽ നമുക്ക് ഇടേണ്ടി വരും. ഓക്കെ, എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് നല്ല വേവ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 വിസിലും കൂടി അടുപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഫുള്ള് വേവ് ആയിട്ടില്ല. അപ്പോൾ ഒരു 2 വിസിലും കൂടി നമുക്ക് അടുപ്പിക്കാം. ഓക്കെ, ഉള്ളി നല്ലോണം വേവായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാലേൻ്റെ ഓരോരോ ഐറ്റംസ് മസാലക്കൂട്ടുകൾ ചേർക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നാലും മസാലക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. ഓക്കെ, ഒരു 1/4 സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ എന്ത് ചെയ്യുന്നു മല്ലിപ്പൊടിയും കൂടി ഇടുന്നു. കുറച്ച് താഴെ പോയി, അര പോയി, അപ്പോൾ ഇതിനൊരു 1 കൂടി ഇടാം. ഓക്കെ, നെക്സ്റ്റ് മുളക് പൊടിയും നമുക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ചിലപ്പോൾ പകുതി താഴെ വീണാൽ അത് ഏതാണ് അളവ് എന്ന് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിടാം. ഓക്കെ, ഇതാണ് നമ്മളെ മെയിൻ സംഭവം. അറിഞ്ഞില്ല, ഈ ഐറ്റമിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. വിനീസിൻ്റെ സ്പെഷ്യലാണ്. ഞാനങ്ങനെ പുറത്ത് കൊടുത്തില്ല, എന്നാലും ഓക്കെ ഇരിക്കട്ടെ. നമുക്ക് ചേർക്കാം വേണമെങ്കിൽ കേട്ടോ. ഗരം മസാല ഇത് വേവിക്കാൻ വെക്കുമ്പോൾ മട്ടൻ്റെ ഒന്നിച്ച് ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിന് നല്ലോണം ഒന്ന് ഇളക്കി വിടാം. ഓക്കെ, സ്പൂണിൽ പറ്റി ഇതിനെല്ലാം ഒന്ന് ഇതാക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കാം. ഇതിൻ്റെ ഈ ഒരു പൊടീൻ്റെ ഈ പച്ച ചൊവയെല്ലാം മാറുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഈ സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ
പൊടീൻ്റെ എല്ലാം ഒരു ചൊവ ഉണ്ടാവുമല്ലോ, ആ ചൊവയെല്ലാം ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് ഫ്രൈ നല്ലോണം ആവുന്നത് വരെ ഒന്ന് നോക്കാം. കാര്യം ഇനിയിപ്പോൾ വേണമെങ്കിൽ മസാല നമുക്ക് ചേർക്കാം കേട്ടോ. മസാല പൊടിയോ മുളക് എന്തെങ്കിലും കുറഞ്ഞെങ്കിൽ പിന്നെ ചേർക്കാം. പക്ഷെ പിന്നെ ചേർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം ഇടാൻ. അതേപോലെ പച്ച എണ്ണ ഇട്ടാൽ അതിൻ്റെ ആ ഒരു ചൊവ അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മസാല നല്ല മിക്സ് ആയിട്ടുണ്ട്, മസാല പൊടി. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ തക്കാളി ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം തക്കാളി ഉടഞ്ഞൊന്ന് വരുന്നത് വരെ, നല്ലോണം വെന്ത് ഉടഞ്ഞ് മിക്സ് ആകുന്നത് വരെ തക്കാളി വേവാനതിന് വിടണം. ഓക്കെ, തക്കാളി നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതാ നല്ല ഫുൾ അടിപൊളിയായിട്ട് എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഈ പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഇതിനടുത്ത് മാറ്റി വീണ്ടും 2 വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ആവി എടുത്ത് പിന്നെ നമ്മൾ എന്തായാലും നോക്കാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ല വേവ് തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നല്ല വേവ് ആയിട്ടുണ്ട്. എടുത്തുണ്ടാക്കി വെച്ച ഈ മസാല നമ്മൾ ഇതിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂട്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ വേറെ പാത്രത്തിലിട്ടിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ കുക്കറിൽ തന്നെ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മൾ ഇതേ ആവിയിൽ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ അതേ പാത്രത്തിൽ തന്നെ ചെയ്താൽ അപ്പോൾ അതിൻ്റെ മണവും കാര്യങ്ങളും എല്ലാം ഈ കുക്കറിൻ്റെ അകത്ത് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ അതേ കുക്കറിൽ തന്നെ നമുക്ക് അത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അത്യാവശ്യം ഇതിൽ തന്നെ വെള്ളം ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മളെ കറി നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ ടച്ച് നമ്മൾ മല്ലിച്ചപ്പ് ഇടുന്നതോടുകൂടി ഫിനിഷ്. ഓക്കെ, പിന്നെ അടച്ചു വെച്ച് കുറച്ചൊന്ന് അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂറെല്ലാം വെക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടും കറി. ഓക്കെ, കറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മട്ടൻ കറിക്ക് നല്ല നാടൻ ഐറ്റംസ് എന്തെങ്കിലും വേണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല സാധനം നമ്മൾ ദുബൈയിലെല്ലാകുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് നെല്ലറേൻ്റെ നമ്മളെ നെല്ലറ ഷംസുഖാൻ്റെ പത്തിരിയാണ്. അപ്പോൾ ഈ പത്തിരി നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചെങ്കിൽ സിമ്പിൾ പരിപാടിയാണ്. അറിഞ്ഞില്ലേ, ബാച്ചിലേഴ്സിനെല്ലാം ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണിത്. ഇതെടുത്തിട്ട് നമുക്ക് ഒരു ഓവനിലൊരു 30 സെക്കൻഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ല അടിപൊളി നാട്ടിലെ പത്തിരി തന്നെ ഉണ്ടാവും. ഒരു പീസായിട്ട് വെക്കുന്നല്ലേ? സെക്കൻഡ് സിമ്പിളായിട്ട് 30 സെക്കൻഡ് ഓവനിൽ വെച്ചാൽ നല്ല നാടൻ പത്തിരി ആയിട്ട് നമുക്ക് സാധനം കിട്ടും. ഓക്കെ, 30 സെക്കൻഡ് അല്ലേ? പത്തിലെടുത്ത് തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ടോ സത്യം പറയണം, അടിപൊളി. നേരത്തെ നീ ആയിട്ട് ഇൻഗ്രീഡിയന്റ് എല്ലാം ഇട്ടുകൊണ്ട് ഒരു രക്ഷയില്ല. സെറ്റല്ലേ? സക്സസ്, പാസ്, 100 100 മാർക്ക്. ഓക്കെ, ഒരു രക്ഷയില്ല. ഇല്ലല്ലേ?